വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് പുഴുങ്ങിയിട്ട് കഴിക്കാന്ന് വിചാരിക്കുമ്പോൾ ആകെ കൊളായിട്ടുണ്ടാവും. കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടക്കാങ്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്രഷ് ആയിട്ട് കൂട്ടുന്ന മുട്ട എടുത്തു കഴിഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ മുട്ട, നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് പുഴുങ്ങിയിട്ട് കഴിക്കാന്ന് വിചാരിക്കുമ്പോൾ ആകെ കൊളായിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് തോടെല്ലാം പാറ്റി പിടിച്ചിട്ട് മുട്ട കാണുമ്പോൾ തന്നെ മുട്ടയാന്ന് തന്നെ ചിലപ്പം തോന്നൂല. അമ്മാതിരി അവസ്ഥയിലേക്ക് ഉണ്ട്. തോലൊക്കെ അതിൻ്റെ മറ്റേ വെള്ളയൊക്കെ ഇളകി നാശകോശമായി പോകും. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലോ, കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയ്ക്ക് ഈ ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ നമുക്ക് വൈല ഗുണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ അധികം ഈ പ്രശ്നം ഉണ്ടാവില്ല. എന്താ പറയാ, അത് നല്ല വൃത്തിക്ക് നല്ല കാണാൻ തന്നെ എന്ത് രസമായിരിക്കും അറിയാം മുട്ട. പക്ഷെ നമ്മൾ വീട്ടിലെ മുട്ടക്കാന്ന് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയത് നമ്മളൊരു കസ്റ്റമർ വിളിച്ചപ്പോഴാണ് കേട്ടോ. നമ്മളൊരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, വീട്ടിലെ മുട്ടക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ, കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടക്കാങ്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് നമ്മളെ കോഴീൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുവാ, കാരണം കടയിൽ നിന്ന് വാങ്ങുന്നതിന് പ്രശ്നമില്ല, വീട്ടിലെത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മളെ കോഴിക്ക് എന്തെങ്കിലും കാൽസ്യത്തിന്റെ കുറവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. അപ്പോൾ എനിക്കും വലിയ ഐഡിയ ഇല്ലേനോ. അപ്പൊ നമ്മൾ കുറച്ച് അതിനെപ്പറ്റി അന്വേഷിച്ച്, അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അത് വ്യക്തമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അധികം സംഭവിക്കുന്ന എന്താണ്, ഈ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഫ്രഷ് മുട്ടയില്ലേ, അതിലാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അത് കാരണം നോക്കിയാലോ. ഈ നമ്മൾ പുതിയ മുട്ട, നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ കോഴി മുട്ടയിട്ടിട്ട് ഒരു ദിവസം മാക്സിമം ഇന്ന് തന്നെ മുട്ടയിട്ട് കൂട്ടു പോകുമ്പോൾ നമ്മൾ മുട്ട കണ്ട് അത് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു, പുഴുകാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ ആ മുട്ടേന്റെ വെള്ളയില്ലേ, അതിൻ്റെ അകത്ത് ഈ മെംബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു നേരത്തെ ലെയർ പോലത്തത്, അത് അതിൽ ശക്തമായിട്ട് ഒട്ടിപ്പിടിക്കുന്നു. അതാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഈ മുട്ടക്ക് ഈ pH വാല്യൂ ഇല്ലേ, അത് കുറവായിരിക്കും. ഏകദേശം ഒരു 7.6 to 8 ആ റേഞ്ചിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ മുട്ടേന്റെ വെള്ള, ആ പ്രോട്ടീൻ എന്ന് പറയപ്പെടുന്ന എന്നുണ്ടല്ലോ വെള്ള, അത് ഈ മെംബ്രെയിനോട് ചേർന്നിട്ട് ഇരിക്കും. അപ്പൊ ഈ ബോയിൽ ചെയ്ത ശേഷം നമ്മൾ ഈ തോട് കളയുമ്പോൾ ആ ലെയർ പോലത്തില്ല മെംബ്രെയിൻ എന്ന് പറയുന്നത്, അതുകൂടി ഒരുമിച്ച് അതിന്റെ പിറങ്ങ് പോകും. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഈ മുട്ട ഇങ്ങനെ ആകെ കൊളായിട്ട് വരുന്നത്, നാശകോശമായി പോകുന്നത്. പക്ഷെ പഴയ മുട്ടയിൽ ഈ പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മളെ ഈ പഴയ മുട്ട നമ്മൾ ഏകദേശം ഒരു 3 ദിവസമെല്ലാം കഴിഞ്ഞിട്ട്, നമ്മൾ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങാൻ നോക്കാം, നമ്മൾ ഈ 3 ദിവസമെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയല്ല 3 പോരാ, ഒരാഴ്ചയിലും കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയിൽ നമ്മളെ കയ്യിലേക്ക് കിട്ടും. പിന്നെ അടുത്തുള്ള ഷോപ്പിലൊക്കെ നമുക്കറിയാവുന്ന നമ്മളെ നാട്ടുമ്പുറത്തെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രഷ് മുട്ട കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാലും ചിലപ്പോൾ ഒരു 3 ദിവസത്തെല്ലാം ഗ്യാപ്പാടി ഉണ്ടാവും. കാരണം നമ്മൾ ആ കൂട്ടുന്ന കോഴിമുട്ട എടുത്ത് അത് കടയിൽ കൊടുത്ത് എന്നിട്ട് വേണം നമ്മൾക്ക് കിട്ടാൻ. നമ്മൾക്ക് കിട്ടി ചിലപ്പോൾ അപ്പം തന്നെ ഉപയോഗിക്കണമെന്നില്ല, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 3 ദിവസത്തെല്ലാം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് മതി. അപ്പോൾ ആ ഒരു സമയം ഈ മുട്ടയുടെ pH അങ്ങ് കുറച്ചും കൂടി ഉയരും. അപ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി ലൂസാവും. ഈ മെംബ്രെയിൻ നിന്നിട്ട് ആ ലെയർ പോലത്തെ ഉണ്ടല്ലോ, അതിൻ്റെ അത് പെട്ടെന്ന് ഇത് വേർപെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ മുട്ട, ഈ കുറച്ചും കൂടി പഴയ മുട്ട എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തോടിളക്കിയിട്ട് അങ്ങനെ വൃത്തിക്ക് എടുക്കാൻ പറ്റും. അതിപ്പോൾ നമ്മൾ വീട്ടിലെ മുട്ടയും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്രഷ് ആയിട്ട് കൂട്ടുന്ന മുട്ട എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഉപയോഗിക്കാണ്ട് ഒരു 3-4 ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഒന്നുകിൽ ഫ്രിഡ്ജിലേക്കോ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് ഒരു 3 ദിവസം, ഏറ്റവും നല്ലത് 4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടല്ലോ. ഇത് സത്യം പറഞ്ഞാൽ കോഴീൻ്റെ പ്രശ്നമൊന്നുമല്ല, നമുക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഇത് എനിക്ക് കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് കോഴീൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, എന്തെങ്കിലും കാൽസ്യത്തിന്റെ കുറവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴിക്ക് രോഗത്തിന്റെ എന്തെങ്കിലും അവസ്ഥയാണോ. അപ്പോൾ ഇത് കോഴികളുടെ ഒരു പ്രശ്നമല്ല, അത് ഏത് മുട്ടയാണെങ്കിലും. ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് ലഗോണ്ട ആ വെള്ള മുട്ടയാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ പറ്റിപ്പിടിക്കും. നമുക്ക് മുട്ട കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ആ ഫ്രിഡ്ജിലൊക്കെ മാറ്റി വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആൾക്കാരുടെ അവസ്ഥ പറയുന്നത്, നമുക്ക് കിട്ടിയ മുട്ടയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ട് ഒരു മുട്ട കിട്ടി, ഇനിയിപ്പോൾ അത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പം ഓംലേറ്റ് അടിക്കുന്ന ഈ പ്രശ്നമില്ല, നേരെ മറിച്ചിട്ട് പുഴുങ്ങി തിന്ന ആഗ്രഹമുള്ളവർക്ക് പിന്നെ പുഴുങ്ങി തിന്നത്തുന്നല്ലോ. അപ്പോൾ അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അതിന് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇത് 100% ഗ്യാരണ്ടി ഒന്നുമില്ല. ഓക്കെ, ഞാനിതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, ചിലപ്പോൾ സക്സസ് ആവാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ ഈ മുട്ടയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടിയ മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ കൂട്ടുന്ന എടുത്ത വാടുന്ന കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നല്ലോണം തണുക്കുന്നവരെ ഒന്ന് മാറ്റി വെക്കുക. ഒരു മണിക്കൂറോ ആ ഒരു സമയം വരെയൊക്കെ മാറ്റി വെച്ചിട്ട്, എന്നിട്ട് ഒന്ന് പുറത്ത് വെച്ച് ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചിട്ട്, എന്നിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല ചൂട്
പച്ചവെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പെല്ലിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തിട്ട് എന്നിട്ട് നോക്കുക. ഈ പറഞ്ഞ നമ്മൾ സാധാരണ ഇങ്ങനെ മുട്ട ബോയിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ നോക്കുക. അത് വർക്കാവുന്നാണ് പറയുന്നത്. പിന്നെ വേറെ കുറെ ആൾക്കാർ പറയുന്നത് ഈ നമ്മൾ മുട്ട ഈ ഫ്രഷ് മുട്ട എടുത്തിട്ട് നമ്മൾ അതിൽ ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ എന്നാലും അതിനും ഫുൾ ഗ്യാരണ്ടി ഒന്നും ഇല്ല കേട്ടോ. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് അതിനുശേഷം എടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്കായ ഭാഗ്യം. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കില്ല, ഞാൻ കണ്ട കാര്യം ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര പുതിയ ഫ്രഷ് മുട്ട എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാലും ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെയല്ല അതിലോട്ട് പിടിക്കും. അത് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3-4 ദിവസം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പിന്റെ ചാനൽ ലിങ്ക് കൂടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.